ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് സമയമൊട്ടും വേസ്റ്റാക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം അധ്യായം 13-ാം വാക്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മളതിൻ്റെ 14-15 വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം മുതൽ താനിങ്ങനെ ചിന്തിച്ച് കൊണ്ടുവന്ന ആ ഡോക്ട്രിൻ ഓഫ് യൂണിറ്റി, ഐക്യതയുടെ ആ ഉപദേശം, അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട്, ആ ഉപദേശപരമായിട്ട് ഡോക്ട്രിനലായിട്ടുള്ള ആ ചർച്ച കൺക്ലൂഡ് ചെയ്യാനായിട്ട് താൻ തുടർന്നങ്ങോട്ട് ശ്രമിക്കുകയാണ്. ആ സഭയുടെ ഐക്യതയുടെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഏകത്വത്തിൻ്റെ പല ദൈവശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളും, ഡോക്ട്രിനലായിട്ടുള്ള പല വിഷയങ്ങളും 1-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. ആ ഗൗരവമേറിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആ ഡോക്ട്രിനൽ പാർട്ട് താൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട്, ഉപസംഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭാഗമായത്. അപ്പം അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു കൺക്ലൂഷൻ, അത് ഉപസംഹരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം അവിടെ അപ്പോസ്തലനായ പൗലോസ് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്നൊരു പ്രയോഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മുട്ടുകുത്തുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം താൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ 17-ാം വാക്യം തൊട്ട് 16-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരും. അപ്പം മുട്ടുകുത്തുന്നു എന്നുള്ള അവിടുത്തെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസിൻ്റെയും ആദിമസഭയുടെയും ഒക്കെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ സിനോനിമായിട്ട്, പര്യായമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു എന്ത്? മുട്ടുകുത്തുക എന്നുള്ളത്. അപ്പം മുട്ടുകുത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം, പല ആളുകളും പ്രാർത്ഥിക്കാനായിട്ട് അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. നിന്നോ ഇരുന്നോ ഒക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ചില ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. കാരണം ദൈവസന്നിധിയിൽ ആ മുട്ടുകുത്തുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുട്ടുകുത്തുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇനി ശരീരം കൊണ്ട് ഇപ്പം നമുക്കൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മുട്ടുകുത്താനൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോഴും ശരീരം കൊണ്ട് നമുക്ക് മുട്ടുകുത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ആത്മാവിൽ മുട്ടുകുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എന്താണ് മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവനായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നു, പിതാവായ ദൈവത്തെ ഞാൻ കാണുന്നു, അവൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു, എന്നെ തന്നെ താഴ്ത്തുന്നു എന്നുള്ളതാണ് ആ മുട്ടുകുത്തുക എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. അപ്പം ഒരിക്കലും
പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ യോഗ്യതകൾ എണ്ണി പറയുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എടുക്കരുത്, അല്ലെങ്കിൽ ചിന്തിക്കരുത്. അത് പറയാനായിട്ടല്ലെങ്കിലും അങ്ങനെ ചിന്തയോടുകൂടെ പോലും ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് നമുക്ക് അനുവാദമില്ല. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം ആരുമല്ലെന്നും ദൈവസന്നിധിയിലേക്ക് വരാൻ നമുക്ക് ഒരു അർഹതയുമില്ലെന്നും ദൈവം സകലത്തെക്കാളും വലിയവനാണെന്നുമുള്ള ആ വലിയ ബോധ്യത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് മുൻപോട്ട് പോകുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്ന് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തുനിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം പഠിപ്പിക്കാനായിട്ട് കർത്താവ് പറഞ്ഞൊരു ഉപമയായത്. 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി, ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനും. അപ്പോൾ പരീശനെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആത്മീകമായിട്ട് ഭയങ്കര ഉന്നമനത്തിൽ നിൽക്കുന്നുവെന്ന് സ്വയമായിട്ട് അഭിമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആര്? പരീശന്മാർ. എന്നാൽ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അവർ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി നികുതി പിരിക്കുന്നവരും അവർ തങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നികുതി പിരിക്കുന്നു എന്ന് കംപ്ലൈൻ്റ് ഉള്ളതും കൊണ്ട് ഈ യഹൂദന്മാരവരെ വിദേശികളായിട്ടുള്ള വിജാതീയരായിട്ടുള്ള റോമാക്കാരുടെ ഏജൻറ്റുമാരായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മഹാപാപികളും സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തവരുമായിരുന്നു ചുങ്കക്കാർ. ഈ 2 പേരാ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ പരീശൻ നിന്നു. അവിടെ ശാരീരികമായിട്ട് നിന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പരീശൻ എന്ത് ചെയ്തു? അവൻ നിവർന്നങ്ങ് നിന്നു. നമ്മൾ നിവർന്നങ്ങ് ചങ്ക് വിരിച്ച് നിൽക്കുക, നെഞ്ചു വിരിച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തൊക്കെയൊക്കെ യോഗ്യത ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എനിക്ക് ആരുടെയും താഴേണ്ട ആവശ്യം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ്റെ പ്രാർത്ഥനയിലും അവൻ പറയുന്ന അത് തന്നെയാണ്. എന്താണ്? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. അപ്പം അവൻ്റെ ആശ്രയം എവിടെയാണ്? അവൻ്റെ സ്വന്തം യോഗ്യതയിലാണ് അവൻ ആശ്രയിക്കുന്നത്. എന്നിട്ട് പറയുക, ഞാൻ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു? 2 വട്ടം ഉപവസിക്കുന്നു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും ചിലപ്പം ഉപവസിക്കുന്നത്. പിന്നെ കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം യോഗ്യതകളിൽ നിന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ചുങ്കക്കാരനെ കുറിച്ച് പറഞ്ഞത്, അവൻ ദൂരത്തുനിന്നു ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പോലും തനിക്ക് യോഗ്യതയുണ്ടെന്ന് അവന് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് ആ ദൂരത്ത് നിന്നുകൊണ്ട് അവൻ മാറത്തടിച്ചു. എന്താ മാറത്തടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? എനിക്ക് യാതൊരു രക്ഷയുമില്ല, ഞാൻ ഒരു യോഗ്യതയുമില്ല, ഒരു രക്ഷയുമില്ലെന്നുള്ളതിൻ്റെ സൂചനയായിട്ട്, അല്ലെങ്കിൽ ഞാൻ തകർന്നവനാണ്, ഞാൻ ആരുമല്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഒരാൾ മാറത്തടിക്കുക. അങ്ങനെ മാറത്തടിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? ദൈവമേ,
പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ കരുണയിലാണ്. അവനറിയാം ഞാൻ പാപിയാ, എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല, ഞാൻ പാപിയാണ്, എൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ കരുണയിൽ മാത്രമാണ് എന്ന് അവനറിയാം. അപ്പോൾ ഇതാ ഈ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ മനോഭാവം. എന്നിട്ട് 14 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്, അവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. കാരണം എന്താ? അവൻ ശാരീരികമായിട്ട് ഫിസിക്കലി അവൻ മുട്ടുകുത്തിയില്ലെങ്കിലും അവൻ്റെ മനോഭാവത്തിൽ, അവൻ്റെ മനസ്സിൽ, അവൻ്റെ അന്തരാത്മാവിൽ അവൻ മുട്ടുകുത്തുകയാണ് ചെയ്തത്. ഞാൻ പാപിയാണ്, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, അവിടുത്തെ സന്നിധിയിലേക്ക് വരാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നുള്ള ആ ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, അതാണ് അപ്പോസ്തലനായ പൗലോസോട് ഉദ്ദേശിച്ചത്. ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ പര്യായമായിട്ട്, സിനോനിമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഞാൻ മുട്ടുകുത്തുന്നു എന്ന്. എന്താണത്? എൻ്റെ എന്തെങ്കിലും യോഗ്യതയോ എൻ്റെ എന്തെങ്കിലും മിടുക്കോ എൻ്റെ എന്തെങ്കിലും വിശുദ്ധിയോ ഒന്നുമല്ല പ്രാർത്ഥിക്കാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കുന്നത്. എന്നെക്കാൾ എത്രയോ വിശുദ്ധനായ, എന്നെക്കാൾ എത്രയോ വലിയവനായ ആ ദൈവം അവൻ എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു മനോഭാവത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്? 14 വാക്യം പറയുന്നു, അത് നിമിത്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ ദിസ് കോസ്, അതിനു വേണ്ടി, ഈ കാരണത്തിന് വേണ്ടി, ഈ കാരണത്താൽ. എന്ത് കാരണത്താൽ? മുകളിൽ പറഞ്ഞ കാരണം തന്നെയാണ്. 1-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു വരുന്ന സഭയിലെ ഐക്യത, ആ ഒരു കാര്യം ദൈവം സഭയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട്, അങ്ങനെ ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നത് കൊണ്ട്, ഈ ഒരു ഐക്യത ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ കർത്താവ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക. 2, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുക. ഈ 2 കാര്യവും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ഒന്നുകിൽ പിതാവിനോട് അല്ലെങ്കിൽ യേശുവിനോട്. മൂന്നാമതൊരാളോട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവിൻ്റെ സന്നിധിയിലാണ് അവൻ മുട്ടുകുത്തുന്നത്. ആ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ഒന്നാമത് പറഞ്ഞു എന്താണ്? മലയാളത്തിൽ ആ ഒരു പ്രയോഗമില്ലെങ്കിലും ഇംഗ്ലീഷിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നെന്നാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ. അപ്പം നോക്കിക്കേ, അപ്പം പിതാവ് ആരുടെ പിതാവാണെന്നാണ് പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവാണവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവ്. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശു ദൈവത്തെ പിതാവേ എന്നാണ് വിളിച്ചത്. പിതാവേ എന്നാണ് വിളിച്ചത്. പിതാവ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമേ ദൈവമേ എന്നവൻ വിളിച്ചിട്ടുള്ളൂ. അത് ക്രൂസിൽ കിടക്കുമ്പോഴാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അതും 22-ാം സങ്കീർത്തനത്തിലെ ആ വാക്യം അവനോട് ഉദ്ധരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഈവൻ തൻ്റെ മരണത്തിൻ്റെ സമയത്ത് പോലും പറയുന്നത്, പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈകളിൽ ഭരമേൽപ്പിക്കുന്നുവെന്നാണ്. അപ്പം യേശു ആ വിളിച്ചത് പിതാവ് എന്നാണ് വിളിച്ചത്. അവൻ പിതാവാണെങ്കിൽ യേശു ആരാണ്? അവൻ പുത്രനാണ്. യേശു പുത്രനാണ്. അപ്പം ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്.
എന്താ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം യേശുവിൻ്റെ പിതാവാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരൊക്കെ ചോദിക്കാറുണ്ട്, ദൈവത്തിന് ഭാര്യയുണ്ടോ? ദൈവവും ദൈവത്തിൻ്റെ ഭാര്യയിൽ നിന്നും ജനിച്ചവനാണോ പുത്രൻ? അങ്ങനെ ദൈവം പുത്രന്മാരെ ജനിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ അവർക്ക് ആ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. ഇനി മറ്റു ചില ആളുകൾ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അവന് ആരംഭമുണ്ട്, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന യഹോവയുടെ സാക്ഷികളെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ബൈബിൾ ഒരിക്കലും യേശുവിനെ സൃഷ്ടിയായിട്ടല്ല, യേശുവിനെ സൃഷ്ടാവായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ എന്താണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവത്തെ പലരും കണ്ടതായിട്ടും ദൈവം പലരോടും സംസാരിച്ചതായിട്ടുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് മുഴുവൻ, വെളിപ്പെടുത്തിയത് മുഴുവൻ ആരാണ്? പുത്രനാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ പഴയ നിയമത്തിൽ ജനങ്ങൾ കണ്ടു എന്ന് പറയുന്നതും ജനങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്നതും യഹോവ എന്ന പേരിൽ അറിയപ്പെടുന്നതും എല്ലാം ആരാണ്? ഈ പുത്രനായ യേശു തന്നെയാണ്. പുത്രനായ യേശു. പക്ഷെ അവിടെ അവൻ പുത്രൻ എന്നുള്ള പദവിയിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ അവൻ യഹോവ എന്നുള്ള പേരിൽ തന്നെയാണ് അവൻ വരുന്നത്. യഹോവ എന്നുള്ള പേരിലാണ് വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്, സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴാണ് അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പേരിലേക്ക് വരുന്നത്. അപ്പം എന്താണ് പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്? സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സംഭവിച്ചത്, പഴയ നിയമത്തിൽ യഹോവയായ ദൈവമായിട്ട് ജനത്തിന് പ്രത്യക്ഷനായ ആ വ്യക്തി പുതിയ നിയമത്തിൽ വന്നപ്പോൾ അവൻ മറിയയുടെ ഉദരത്തിലൂടെ ഒരു മനുഷ്യ ശിശുവായി ഈ ലോകത്തിലേക്ക് ജനിച്ച് അവൻ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. ആ മനുഷ്യനായി ജനിച്ചപ്പോൾ മുതലാണ് അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പദവിയിലേക്ക് വരുന്നത്. എന്നിട്ട് അവനെക്കുറിച്ച്, ആ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞ അവനെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നത് അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന്. അപ്പോൾ അവിടെ എന്താണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ഇതേ വ്യക്തി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയാതെ യഹോവ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു? എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 5-ാം വാക്യം ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ക്രിസ്തുവേശുള്ള ഭാവം എന്താണെന്ന് 6 മുതൽ 8 വരെ വാക്യങ്ങൾ അപ്പോസ്തലനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ, ക്രിസ്തു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്താ അവിടെ പറഞ്ഞത്? അവൻ ദൈവരൂപത്തിലിരിക്കെ. അപ്പം ക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ്
അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു, ദൈവരൂപത്തിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് പറയുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്നും വിചാരിച്ചില്ല. അപ്പം അവനെന്തുണ്ടായിരുന്നു? ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു, ഇക്വാലിറ്റി വിത്ത് ഗോഡ് ഉണ്ടായിരുന്നു അവന്, ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു അവൻ. എന്നാൽ ഈ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു. നോക്കൂ, അവനെ ആരെങ്കിലും ദാസനാക്കിയതല്ല, അവൻ സ്വയമേ ദാസരൂപം എടുക്കുക ചെയ്തത്. എന്നിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. ദൈവിക ഗുണവിശേഷങ്ങൾ മുഴുവൻ അവൻ മാറ്റിവെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. മറ്റാരെങ്കിലും അവനെ താഴ്ത്തുകയല്ല ചെയ്തത്. അവൻ ദൈവത്തോട് സമനായിരുന്നു, പക്ഷെ അവൻ സ്വയമായിട്ട് തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പം തന്നെത്താൻ താഴ്ത്തിയപ്പോൾ പിതാവ് ഇപ്പം എങ്ങനെയായി? അവനേക്കാൾ വലിയവനായി. അതാ കർത്താവ് പറഞ്ഞത്, പിതാവ് എന്നേക്കാൾ വലിയവനാന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞത് ഇതാ. അവൻ പിതാവിനോട് തുല്യനായിരുന്നു, പക്ഷേ അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിനേക്കാൾ വലുതായി. അതവിടെ സംഭവിച്ചത്. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അതായത് ഒരു പിതാവിനെ പുത്രൻ എങ്ങനെയാണോ അനുസരിക്കുന്നത്, ഒരപ്പനെ മകൻ എങ്ങനെയാണോ അനുസരിക്കുന്നത്, അതുപോലെ സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് യേശു തന്നെത്താൻ താഴ്ത്തി. വാസ്തവത്തിൽ അവൻ ദൈവത്തോടുള്ള സമൻ എന്നുള്ള നിലയിൽ അവന് അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൻ തന്നെത്താൻ താഴ്ത്തി. എപ്പോൾ? മനുഷ്യനായി വന്നപ്പോൾ. എന്നിട്ട് ഏതുവരെ താഴ്ത്തി? അവൻ കംപ്ലീറ്റ് ദൈവത്തെ, പിതാവിനെ മൊത്തത്തിൽ അനുസരിക്കുന്നവനായിട്ട് തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നത്, പിതാവ് പറയുന്നതല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. കാരണം അവൻ അനുസരിക്കാൻ തീരുമാനിച്ചത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെ അവൻ്റെ ആ സമ്പൂർണ്ണ അനുസരണത്തെയാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഒരു പിതാവിനെ, ഒരപ്പനെ അവൻ്റെ മകൻ എങ്ങനെയാണോ അനുസരിക്കുന്നത്, അതിൻ്റെ പൂർണ്ണ അനുസരണത്തിൽക്കാർ വന്നു, യേശു വന്നു. അതുകൊണ്ടാണ് അവനെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ടല്ല പുത്രൻ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിന് ഭാര്യയുണ്ട്, അവർ ആ ദൈവവും ഭാര്യയുമായിട്ട്, പിതാവും ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടല്ല പുത്രനായത്. സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവനെ പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അതേ പദവിയാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മളും ദൈവമക്കളെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സൺസ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളും ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞത്. അപ്പം അവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാണ് എന്ന് വെച്ചാൽ ആ ബന്ധം സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ ബന്ധമാണ്. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു പ്രയോഗം കൊണ്ടുവരുമ്പോൾ നമ്മൾ മറക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ദൈവത്തിൻ്റെ മക്കളെന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളും ദൈവത്തെ അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. ആ ഡോക്ട്രിൻ ഓഫ് യൂണിറ്റി, ഐക്യതയുടെ ആ ഡോക്ട്രിൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊണ്ടുവയ്ക്കുന്നത്, ഹീസ് ദ ഫാദർ, അവൻ പിതാവാണ്, ആൻഡ് വി ആർ ഹിസ് ചിൽഡ്രൻ, നമ്മൾ അവൻ്റെ മക്കളാണെങ്കിൽ നാം അവനെ അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. ഓക്കെ, ഇനി രണ്ടാമത് ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്. രണ്ടാമത് ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്നവൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്നവൻ. ചിലർക്ക് ഈ വാക്യം തെറ്റായിട്ട് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായെന്ന്. പ്രത്യേകിച്ച് ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ ഈ വാക്യം അങ്ങനെ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ സകല കുടുംബങ്ങൾക്കും എന്നല്ല പറഞ്ഞത്, സകല കുടുംബത്തിനും എന്ന് ഏകവചനമാണ് ഉപയോഗിച്ചത്, സിംഗുലറാണ് ഉപയോഗിച്ചത് അവിടെ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ ആ സകല എന്നുള്ള മലയാളം വാക്കാണ് നമുക്കൊരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ കൊണ്ടുപോയിട്ട് കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ ഹോൾ ഫാമിലി, ദ കംപ്ലീറ്റ് ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ കംപ്ലീറ്റ് ഫാമിലി. ഏതാ? ഇൻ ഹെവൻ ആൻഡ് എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ആ കംപ്ലീറ്റ് ഫാമിലി. അപ്പം സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും തമ്മിൽ ഒരു കുടുംബമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഉണ്ട്. ഒരു ഫാമിലി. ആ ഫാമിലിക്ക് പേർ വരുവാൻ കാരണമായ എന്ന് വെച്ചാൽ ആരുടെ പേരിലാണോ ആ കുടുംബത്തിന് പേര് വന്നിരിക്കുന്നത് ആ പിതാവ്. നമുക്കറിയാം, ഒരു കുടുംബത്തിന് പേര് വരിക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ പിതാവിൻ്റെ പേരിൽ ആ കുടുംബം അറിയപ്പെടുക, അതിനെ അറിയപ്പെടുക. ഇപ്പം നിങ്ങൾ ഒരു വീടന്വേഷിച്ച് ചെല്ലുമ്പം ആൾക്കാർ ചോദിക്കുന്ന ഇന്നയാളുടെ വീടല്ലേ, ആ പിതാവിൻ്റെ പേരിൽ ആ വീട് അറിയപ്പെടുക, ആ കുടുംബം അറിയപ്പെടുക. അപ്പോൾ ഈ കുടുംബത്തിലെ പിതാവ് ആരാണ്? പിതാവാം ദൈവമാണ്. ഏത് കുടുംബത്തിലെ? സ്വർഗത്തിലെയും ഭൂമിയിലെയും ഉള്ള ആ കംപ്ലീറ്റ് ഫാമിലിയിലെ. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ കുടുംബം ഉണ്ടല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം. ഇറ്റ്സ് എ ഫാമിലി. ആ ഫാമിലിക്ക് ആരുടെ പേരാണ് പറയുന്നത്? പിതാവിൻ്റെ പേരാണ് പറയുന്നത്. ഇത് പിതാവിൻ്റെ ഫാമിലിയാണെന്നാണ് പറയുന്നത്. നോക്കിക്കേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് ഒരു കുടുംബമായിട്ട് വന്നെന്നുള്ളതാണ്. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വാക്യം എടുത്തതൊന്ന് വായിക്കാം. അവിടെ അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മർമ്മം, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, അത് 9-ാം വാക്യത്തിൽ പറഞ്ഞത്, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവൻ്റെ ഇഷ്ടത്തിൻ്റെ ആ രഹസ്യം, സീക്രട്ട് അവൻ നമ്മോട് അറിയിച്ചു. എന്താണത്? അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ എന്തായിട്ട് ചേർത്ത്? ഒന്നായിട്ട് ചേർത്ത് ഇത് ഒരൊറ്റ കുടുംബമാക്കി മാറ്റി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, സഭയുടെ ആ പൊസിഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ്? സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും ഇവർ ഒരൊറ്റ കുടുംബമായിട്ട് മാറി. ഒരു ഫാമിലി, ഒരു കുടുംബം. നമ്മളൊക്കെ വിചാരിച്ചേക്കുന്നത് നമ്മളാകെ 2, 3, 5 പേരാ നമ്മുടെ സഭയിൽ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. നിങ്ങൾ കാണുന്നത് എത്രയും പേരെ ആയിരിക്കാം, എന്നാൽ ഈ കുടുംബം അത്ര പേര് മാത്രമുള്ളതല്ല. അത് മനസ്സിലാക്കണം. ഇത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലരെയും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സകല വീണ്ടെടുക്കപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായത്. അതാണ് കംപ്ലീറ്റ് ഫാമിലി, ഹോൾ ഫാമിലി എന്ന് പറഞ്ഞത്. ഇൻ ഹെവൻ ആൻഡ് എർത്ത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ആ കംപ്ലീറ്റ് ഫാമിലി, കംപ്ലീറ്റ് ആ ഒരു ഫാമിലി, ആ ഫാമിലിക്ക് പേര് വന്നിരിക്കുന്നത് പിതാവിൻ്റെ പേരില്ല. ദാറ്റ് ഫാമിലി ഈസ് നോൺ ആസ്
ഫാദേഴ്സ് ഫാമിലി. ആ കുടുംബത്തിൻ്റെ പേര് പിതാവിൻ്റെ കുടുംബം എന്ന്. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭവനക്കാർ. അപ്പം ഈ ഭവനം ആരുടെയാ? ദൈവത്തിൻ്റെയായത്. ദൈവത്തിൻ്റെ ഭവനക്കാർ എന്താ നമ്മൾ പറഞ്ഞത്? അപ്പം നിങ്ങളിപ്പോൾ ആരായി? ദൈവത്തിൻ്റെ ഭവനക്കാർ. നോക്കിക്കേ, അപ്പം ഈ ഭവനത്തിന്, ഈ കുടുംബത്തിന് പേര് ആരുടെ പേരാണ് കൊടുത്തേക്കുന്നത്? ഓഫ് ഗാഡ്, ഓഫ് ഫാദർ. ദൈവത്തിൻ്റെ ഭവനക്കാർ. എന്താ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ദൈവത്തിൻ്റെ ഭവനമായത്. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കംപ്ലീറ്റ് ഫാമിലിക്ക് പേര് വരാൻ കാരണമായത് പിതാവാണ്. ഇത് ദൈവത്തിൻ്റെ കുടുംബമായത്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സഭ എന്ന് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, അവൻ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ. സോ ഇറ്റ് ഈസ് ഹിസ്, അവൻ്റെയാണ് ഈ സഭ, അവൻ്റെയാണ് ഈ കുടുംബം. ആരുടെ? ദൈവത്തിൻ്റെ. എന്തുകൊണ്ടാണ്? അവൻ നമ്മളെ അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. വി ആർ നോ മോർ ഓഫ് എനിബഡി എൽസ്. നമ്മൾ മറ്റാരുടെയുമല്ല. ദിസ് ഫാമിലി ബിലോങ്സ് ടു ഗാഡ്. ദിസ് ചർച്ച് ബിലോങ്സ് ടു ഗാഡ്. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ദൈവസഭയാണിത്. ഇത് ലോകത്തിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരിലല്ല അറിയപ്പെടേണ്ടത്. ഇതിന് പേര് വരുന്നത് ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ പേരില്ല. സോ നോക്കിക്കേ, നമ്മൾ അംഗമായിരിക്കുന്ന ഈ സഭയാകുന്ന കുടുംബം എന്ന് പറയുന്നത്, അതിന് പേര് വന്നിരിക്കുന്നത് പിതാവിൻ്റെ പേരില്ല. എന്ന് വെച്ചാൽ ഈ കുടുംബം പിതാവിൻ്റെ കുടുംബമായത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഈ കുടുംബത്തിനകത്ത് നമുക്ക് തോന്നിയ പോലെ അല്ല കാര്യങ്ങൾ പോകേണ്ടത്. നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ പോകേണ്ടത്. ഹീ വിൽ ഡിസൈഡ് ആൻഡ് വി വിൽ ബി ഒബേയിങ്. അവൻ തീരുമാനിക്കും, നാം അനുസരിക്കും. കാരണം ഈ കുടുംബത്തിൻ്റെ തലവനാരാ? പിതാവാം ദൈവമാണ്. സഭയ്ക്കകത്ത് നടക്കേണ്ടത് പാസ്റ്ററുടെ ഭരണമോ, കമ്മിറ്റിക്കാരുടെ ഭരണമോ, സെൻട്രൽ പാസ്റ്ററുടെ ഭരണമോ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും നാഷണൽ കമ്മിറ്റിയുടെയും ഭരണമൊന്നും അല്ല സഭയ്ക്കകത്ത് നടക്കേണ്ടത്. ദൈവത്തിൻ്റെ ഭരണമാണ് സഭയ്ക്കകത്ത് നടക്കേണ്ടത്. കാരണം ഇത് ദൈവത്തിൻ്റെയാണ്. ഹല്ലേലൂയ. സഭയിലെ ഓരോ വ്യക്തികളും ഹി ബിലോങ്സ് ടു ഗാഡ്. അവൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ ദൈവത്തിൻ്റേതായിരിക്കുന്നത് പോലെ അവനും ദൈവത്തിൻ്റെയാണ്. ഇറ്റ്സ് എ ഫാമിലി. ഇതൊരു കുടുംബമാണ്. ആരുടെ പേരിൽ? പിതാവിൻ്റെ പേരിലുള്ള കുടുംബമാണ്. ഹി ഈസ് ദ ഹെഡ്. അവൻ കാരണമാണ് ഈ കുടുംബത്തിന് പേര് വന്നിരിക്കുന്നത്. അവൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭവനക്കാർ, ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭ എന്ന പേരാണ് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഭ വ്യക്തി താല്പര്യങ്ങൾക്കും വ്യക്തിവിരോധങ്ങൾക്കും ഉപയോഗിക്കപ്പെടേണ്ട പ്ലാറ്റ്ഫോം അല്ല സഭ. അത് പിതാവിൻ്റെ ഭവനമാണ്.
കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തുന്ന. ഇന്നത്തെ സഭകൾ പിതാവിൻ്റെ ഭവനമാണോ കള്ളന്മാരുടെ ഗുഹയാണോ? ഇറ്റ്സ് എ സീരിയസ് ക്വസ്റ്റ്യൻ. ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ സഭകൾ പിതാവിൻ്റെ ഭവനമോ കള്ളന്മാരുടെ ഗുഹയോ? അത് പിതാവിൻ്റെ ഭവനമാണെങ്കിൽ അവിടെ നടക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, നിൻ്റെ രാജ്യം വരണമേ. ലെറ്റ് ദൈ കിങ്ഡം കം. നിൻ്റെ രാജ്യം, നിൻ്റെ ഭരണം വരണം. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ എ ഫാമിലി. നമ്മളൊരു കുടുംബമാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ തലവൻ പിതാവാണ്. അതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ ഭൂമിയിലും അവൻ്റെ ഭവനത്തിലും നടത്തപ്പെടണം. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സഭകൾ മടങ്ങി വരട്ടെ. ഇന്നത്തെ സഭകൾക്കകത്ത് വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്കും വ്യക്തിവിരോധങ്ങൾക്കുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സഭകൾ അധപ്പതിക്കുമ്പോൾ കർത്താവ് ഇന്നും പറയുന്നത് ഇത് കള്ളന്മാരുടെ ഗുഹയാണിത്. ഇറ്റ് ഈസ് നോട്ട് എ ചർച്ച്. ഇറ്റ് ഈസ് നോട്ട് എ ടെമ്പിൾ ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് നോട്ട് എ ഫാമിലി ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് ദ കേവ് ഡെൻ ഓഫ് thieves and robbers. ഇത് ദൈവസഭയല്ല, ദൈവഭവനമല്ലിത്, കുടുംബമല്ലിത്. ഇത് കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഗുഹയാണെന്ന് കർത്താവ് പറയും. രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ സഭകളിൽ ഒരു മാറ്റമുണ്ടാകട്ടെ. ദൈവിക ഭരണത്തിന് കീഴിലേക്ക് സഭകൾ വരട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, അവിടുത്തെ പേരിലറിയപ്പെടുന്ന ആ കുടുംബത്തിൽ, ആ സഭയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അത് വ്യക്തി താല്പര്യങ്ങൾക്കോ വ്യക്തിവിരോധങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കപ്പെടാതെ അവിടുത്തെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.